ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ചില ടോപ്പിക്സുകളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ, മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതായത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അധ്യാപകർക്ക് വേണ്ടിയോ അല്ല പഠിക്കേണ്ടത്. ഇതുകൊണ്ടൊക്കെ നമുക്ക് ആണ്, കുട്ടികളായ നമ്മുടെ ഭാവിയാണ് ഉയരുന്നതും അതുപോലെ തന്നെ മെച്ചപ്പെടുന്നതൊക്കെ നമ്മുടെ ഭാവിയാണ്. അപ്പോൾ പല രക്ഷിതാക്കളും പറയാറുണ്ട്, എൻ്റെ കുട്ടികൾ ഈ സമയത്തൊന്നും കൂടുതൽ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല എന്നൊക്കെ. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളായ വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സമയം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സമയം വളരെയധികം പ്രയോജനപ്പെടുത്തുക. എല്ലാ സബ്ജക്ട്സുകൾക്കും ഒരു പ്രത്യേക സമയമൊക്കെ കണ്ടെത്തി നിങ്ങൾ കൂടുതൽ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ തയ്യാറാവുക. നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് +2-ലൊക്കെ നല്ല സ്കൂളുകളിലൊക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സമയം വെറുതെ കളയരുത്. അപ്പോൾ അധ്യാപകർക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒന്നും പഠിക്കരുത്. നമുക്ക് വേണ്ടി പഠിക്കുക, അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ ധാരാളം അധ്യാപകർ നിങ്ങളെ സ്റ്റേറ്റ് ലെവൽ തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കിടുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മുടെ സ്കൂളുകളിലും നല്ല പ്രവർത്തനങ്ങൾ അധ്യാപകർ കാഴ്ചവെക്കുന്നുണ്ട്. സംശയങ്ങളുണ്ടെങ്കിലും പാഠഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം ഓരോ സബ്ജക്റ്റും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സമയം വെറുതെ കളയരുത്. ഉള്ള സമയം നമ്മൾ നല്ലതുപോലെ വിനിയോഗിക്കുക. ഓരോ സബ്ജക്ട്സുകളും നല്ലതുപോലെ വായിക്കുക. പ്രോബ്ലംസുകളൊക്കെ ഉള്ള സബ്ജക്ട്സുകൾ, കണക്കുമായി ബന്ധപ്പെട്ട മാത്സുമായി ബന്ധപ്പെട്ട സബ്ജക്ട്സുകളൊക്കെ കുറച്ചുകൂടി സമയം അതിന് ചിലവാക്കി കൊണ്ട് പഠിക്കുക. ലാംഗ്വേജുകളൊക്കെ നല്ല രീതിയിൽ വായിക്കുകയും അതിലെ വർക്കുകളൊക്കെ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ധാരാളം ചെയ്ത് പഠിക്കുക. അപ്പോഴേ നമ്മളെ ഈ പഠനത്തിനൊക്കെ ഒരു എന്തുണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പഠനത്തിൻ്റെ ഒരു ഫലം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉന്നത വിജയം ഉണ്ടാവണമെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് വരാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തു. മ്യൂച്വൽ ഇൻഡക്ഷൻ ആ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു. പ്രൈമറിയിൽ നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി തൊട്ടപ്പുറത്തുള്ള സെക്കൻഡറിയിൽ ഒരു EMF ഉണ്ടാകുന്നു. ഒരു പ്രേരിത അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ഒരു കമ്പിച്ചുരുളിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ മറ്റൊരു കമ്പിച്ചുരുളാണ് EMF ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നമുക്ക് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ധാരാളം നമ്മൾ ആ വീഡിയോസിൽ നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ, AC വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. AC വോൾട്ടേജിനെ ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലുള്ള തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ 2 രീതിയിലുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്, മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് അപ്പിൻ്റെയും സ്റ്റെപ്പ് ഡൗണിൻ്റെയും ഘടന, സ്ട്രക്ചർ നമ്മൾ വരച്ചുകൊണ്ട് അതിലെ ഒരുപാട് ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. പിന്നീട് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസുകളാണ് ചർച്ച ചെയ്തത്. വോൾട്ടേജും കമ്പിച്ചുരുടെ എണ്ണവും, അത് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് VS/VP = NS/NP എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു. പിന്നെ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ബന്ധം നമ്മൾ ചർച്ച ചെയ്തു.
വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ VP/IP = VSIS. VP/IP എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി പവറാണ്. VSIS എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പവറാണ്. ഒരു ട്രാൻസ്ഫോമറിൽ പവർ നഷ്ടമില്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറി പവറും സെക്കൻഡറി പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. പിന്നീട് നമ്മൾ EMF കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചു. VS = NS × ES. അതുപോലെ തന്നെ VP = NP × EP. EP എന്ന് പറയുന്നത് അല്ലെങ്കിൽ ES എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ എപ്സനോൾ അല്ലെങ്കിൽ E എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും EMF എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും EMF ഈക്വലാണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആശയങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആവർത്തിച്ച് നമ്മൾ വായിക്കണം, കാണണം, പഠിക്കണം. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് സെൽഫ് ഇൻഡക്ഷനാണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷനെ പോലല്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പിച്ചുരുൾ വൈദ്യുതി കൊടുക്കും, മറ്റൊരു കമ്പിച്ചുരുളാണ് EMF ഉണ്ടായത്. എന്നാൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് കമ്പിച്ചുരുളിലാണോ ഒരു സർക്യൂട്ടിലെ ഏത് കമ്പിച്ചുരുളിലേക്കാണോ വൈദ്യുതി കൊടുക്കുന്നത് അതിൽ തന്നെ ഒരു ബാക്ക് EMF ഉണ്ടായിക്കൊണ്ട് അവിടെ പിന്നെ വോൾട്ടേജിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാലകത്തിലൂടെ AC കടന്നു പോകുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ACയിലാണ് പ്രവർത്തിക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷനും ACയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ACയെ ഉയർത്താനും താഴ്ത്താനാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ പ്രവർത്തനം നടക്കുന്നത് ACയിലാണ്. അവിടെ നമ്മൾ ACയും DCയും ഒക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് കോയിലിലേക്കാണോ വൈദ്യുതി കൊടുക്കുന്നത് ആ കോയിലിൽ തന്നെ ഒരു EMF ഉണ്ടാകുക. ആ EMF AC ആകുമ്പോൾ അവിടെ ഒരു വിപരീത EMF ആണ്, ഓപ്പോസിറ്റ് EMF ആണ്. അതിന് നമ്മൾ ബാക്ക് EMF എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്ക് EMF ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ കോയിലിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. അതായത് ബാക്ക് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ, ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ പ്രത്യേകമായി മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പിച്ചുരുളിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മറ്റൊരു കമ്പിച്ചുരുളിലാണ് EMF ഉണ്ടാകുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഒരു കമ്പിച്ചുരുളിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ആ കമ്പിച്ചുരുളിൽ തന്നെയാണ് EMF ഉണ്ടാകുന്നത്. ആ EMF ഓപ്പോസിറ്റ് EMF ആയിരിക്കും, ബാക്ക് EMF ആയിരിക്കും. അപ്പോൾ സെൽഫ് ഇൻഡക്ഷനിൽ ഇൻഡക്ടർ എന്ന് പറയുന്ന ആശയം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇൻഡക്ടർ പറഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന, ഒപ്പോസ് ചെയ്യുന്ന കോയിലുകളെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡക്ടറിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പവർ നഷ്ടം കൂടാതെ കറൻറ്റിനെ കുറക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ മറ്റു ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്, TV റിസീവർ, റേഡിയോ റിസീവർ, TV ട്രാൻസ്മിറ്റർ, റേഡിയോ ട്രാൻസ്മിറ്റർ, ഓസിലേറ്റർ, ചോക്ക്, കോയിൽ, അത് കമ്പിച്ചുരുളാണ്. അതുപോലത്തെ ചോക്ക് കോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൂറസെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ചോക്ക്, പണ്ട് നമ്മൾ ചോക്ക് പ്രത്യേകമായി കാണായിരുന്നു, ഇലക്ട്രോണിക്സ് ബോർഡാണെന്നത് കാണുന്നത്. അപ്പോൾ അതിലുപയോഗിച്ചിരുന്നു. ചോക്ക് കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കോയിൽ എന്ന് പറയുന്ന ഉപകരണത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറാണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഫീൽഡ് മാഗ്നറ്റ്, ഡയഫ്രം ആൻഡ് വോയിസ് കോയിൽ, സ്ഥിരകാന്തം, വോയിസ് കോയിൽ ആൻഡ് പേപ്പർ കോൺ അല്ലെങ്കിൽ ഡയഫ്രം. പിന്നെ അതിൻ്റെ പ്രവർത്തനം നമ്മൾ ചർച്ച ചെയ്തു. ഡയഫ്രത്തിൽ നമ്മൾ സൗണ്ട് ഫാൾ ചെയ്യുമ്പോൾ അവിടെ ആ സൗണ്ടിനനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ ഇങ്ങനെ ചലിക്കുന്ന രീതിയിൽ, മൂവ് ചെയ്യുന്ന രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചലിക്കുന്ന സമയത്ത് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് ചലിക്കുക. അപ്പോൾ അവിടെ ഉള്ള മാഗ്നറ്റിക് ലൈൻസിന് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി, വൈദ്യുതകാന്തിക പ്രേരണം വഴി അവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറൻറ്റ് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടാവും. ഈ കറൻറ്റ് നേരെ ആംപ്ലിഫയറിലേക്കാണ് പോകുക. ആംപ്ലിഫയറിൽ നിന്ന് പിന്നെ അത് ലൗഡ് സ്പീക്കറിലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് ശബ്ദം ലൗഡ് സ്പീക്കറിൽ നിന്ന് പുനർസൃഷ്ടിക്കപ്പെടും, പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി.
അല്ലെങ്കിൽ ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുക എന്നും പറയും. അതായത് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതായത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഈ ആശയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ മൈക്രോഫോണിൽ ഉണ്ടാകുന്ന കറൻറ്റ് ഏത് ടൈപ്പാണ് എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. മൈക്രോഫോണിൽ ഉണ്ടാകുന്ന കറൻറ്റ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ് AC ടൈപ്പിലുള്ളതാണ്. AC ടൈപ്പിലുള്ള കറൻറ്റ് ആണെങ്കിൽ, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ്, അതായത് പ്രത്യാവർത്തി ധാര വൈദ്യുതി ആണെങ്കിൽ മാത്രമേ ലൗഡ് സ്പീക്കറിൽ അതിൻ്റെ ഫലം നമുക്ക് എന്ത് ചെയ്യൂ അനുഭവപ്പെടുള്ളൂ. പിന്നെ സാധാരണ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ ലൗഡ് സ്പീക്കറിലും മൈക്രോഫോണിലുള്ള ഭാഗങ്ങൾ ഒന്ന് തന്നെയാണല്ലോ, അതായത് സ്ഥിരകാന്തം, ഡയഫ്രം, വോയിസ് കോയിൽ തന്നെയാണ്. അപ്പോൾ ഒരു ലൗഡ് സ്പീക്കർ നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോഫോണാക്കി ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അവിടെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ മൈക്കയിൽ സാധാരണ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കറിൽ നമുക്ക് ഹലോ ഹലോ എന്നുള്ള ശബ്ദമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ പിന്നെ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് മൈക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഹലോ ഹലോ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ലൗഡ് സ്പീക്കറിലേക്ക് വരുമ്പോൾ മൈക്രോഫോണിൽ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം ലൗഡ് സ്പീക്കറിലേക്ക് എന്നാണ് ഒച്ചകാരം. അപ്പോൾ അത് ക്ലിയർ കമ്മിയായിരിക്കും. അത് അതിൻ്റെ സ്ട്രക്ചറുള്ള മാറ്റമാണ്. അപ്പോൾ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷേ അതിൻ്റെ പ്രവർത്തനം ശരിക്ക് നടക്കൂല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് ചില ആളുകൾക്ക് വ്യക്തത കുറവുണ്ട് എന്നുള്ളത്. ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ദുർബലമായ സിഗ്നലുകളെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു മൈക്ക മാത്രം ഉപയോഗിച്ചു, അപ്പോൾ ഒരു ലൗഡ് സ്പീക്കർ മാത്രമേ ഉള്ളൂ വിചാരിച്ചോളൂ. അപ്പോൾ ഒരു നായി കുരക്കാണ് ബൗ 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 എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ലൗഡ് സ്പീക്കറിൽ ബൗ 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 എന്ന് കേൾക്കുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു ആംപ്ലിഫയർ വെച്ചൊരു പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു നായി കുരക്കുമ്പോൾ മൈക്രോഫോൺ എന്നുള്ളത് ബൗ 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 എന്നുള്ള ഒച്ചയിലേക്ക് വരും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചു, ഒരു ചെറിയ കുട്ടി മൈക്രോഫോണിൽ നിന്ന് കരയാണ്, അത് ചിലപ്പോൾ മൈക്രോഫോണ് പിന്നെ നേരിട്ട് പിന്നെ ലൗഡ് സ്പീക്കറിലേക്ക് പോകുകയാണെങ്കിൽ അതേ ഒച്ച തന്നെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒരു ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒച്ചയിലേക്കൊക്കെ വരും. അപ്പോൾ ചെറിയ ഒരു ശബ്ദത്തിനെ കുറച്ച് വലിയ ശബ്ദമാക്കി മാറ്റുക. ഇംപ്യൂർ സൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു സ്ട്രെങ്തൻഡ് സൗണ്ട്. ദാറ്റ് ഡിവൈസ് ഈസ് കോൾഡ് ആംപ്ലിഫയർ. അതാണ് ആംപ്ലിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. ആംപ്ലിഫയറിൽ പിന്നെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയതി, അതായത് ആംപ്ലിറ്റ്യൂഡാണ് എന്ത് ചെയ്യുന്നത് കൂടുന്നത്. ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫ്രീക്വൻസി ഒന്നായിരിക്കും. ഇപ്പോൾ മൈക്രോഫോണിൽ നമ്മൾ കൊടുക്കുന്ന അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ, ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുക. പക്ഷേ അതിൻ്റെ ആയതി എന്ത് ചെയ്യും? കൂടും. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് ആംപ്ലിഫയറിൽ സംഭവിക്കുന്നത്. ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുക. ആംപ്ലിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അവിടെ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു പിന്നെ ഇലക്ട്രോണിക് സംവിധാനമാണ് ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ സൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു സ്ട്രെങ്തൻഡ് സൗണ്ട്. അതായത് ദുർബലമായ ചെറിയ ശബ്ദങ്ങളെ വലിയ ശബ്ദമാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണെന്ത്? ആംപ്ലിഫയർ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതായത് മൈക്രോഫോൺ, അതായത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ഇതിൻ്റെയൊക്കെ ചില മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പരിചയപ്പെടാം. ഇവിടെ ഈ ചിത്രം നോക്കൂ. ഒരു പച്ചിരുമ്പ് കോറിന് മുകളിൽ കവചിത ചെമ്പ് കമ്പി കൊണ്ട് അടുത്തടുത്തായി ചുറ്റിയെടുത്ത കമ്പിച്ചുരുളാണ് ചിത്രത്തിൽ. ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ വൈദ്യുതി നൽകുന്ന കോയിൽ പറയുന്ന പേരെന്താണ്? ദ കോയിൽ ടു വിച്ച് വി ഗിവ് കറൻറ്റ് ഈസ് നോൺ ആസ്. ഏത് കോയിലിനാണ് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുന്നത്? പ്രൈമറി കോയിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈദ്യുതി പ്രേരിതമാകുന്ന കോയിലിന് പറയുന്ന പേരെന്താണ്? ദ കോയിൽ ഇൻ വിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ജനറേറ്റഡ് നോൺ ആസ്. ഏത് കോയിലാണ് ഇൻഡ്യൂസ്ഡ് EMF പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചു, സെക്കൻഡറി കോയിലാണ്. ഈ നോക്കൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമറി സർക്യൂട്ടിൽ സ്വിച്ച്
ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും നിങ്ങൾ എന്ത് നിരീക്ഷിക്കുന്നു? കാരണം എഴുതുക. വാട്ട് ഡു യു ഒബ്സർവ് when the switch is turned on and turned off? Give the reason. ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ബൾബ് കത്തുകയും അപ്പോൾ തന്നെ കെടുകയും ചെയ്യുന്നു. എന്താണ് അതിന് കാരണം? അവിടെ പ്രൈമറിയിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് സെക്കൻഡറിയിൽ ഒരു EMF ഉണ്ടാകുന്നു. ഇവിടെ DC കൊടുത്തത് കൊണ്ടാണ് ബൾബ് കത്തി അപ്പോൾ തന്നെ കെട്ടുപോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്വിച്ച് ഓൺ ആക്കിയ അവസ്ഥയിൽ വെച്ച് ഇരുന്നാൽ എന്ത് നിരീക്ഷിക്കുന്നു? കാരണം എഴുതുക. If the switch is kept on, what do you observe? Explain the reason. സ്വിച്ച് ഓൺ ആക്കിയ അവസ്ഥയിൽ തന്നെ വെച്ചിരുന്നാൽ ബൾബ് പ്രകാശിക്കുന്നില്ല. എന്താണ് കാരണം? അവിടെ നമ്മൾ DC ആണ് കൊടുത്തത്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. ഡസ് നോട്ട് ചേഞ്ച് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തുടർച്ചയായി സ്വിച്ച് ഓൺ ഓഫ് ആക്കാതെ കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക. ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ചേഞ്ച് ദ മാഗ്നറ്റിക് ഫ്ലക്സ് വിത്തൗട്ട് ടേണിംഗ് ഓൺ ആൻഡ് ഓഫ് ദി സ്വിച്ച് കണ്ടിന്യൂസ്ലി? സ്വിച്ച് ഓൺ ഓഫ് ആക്കാതെ അവിടെ തുടർച്ചയായി സെക്കൻഡറിയിൽ പ്രേരിത EMF, അതായത് ഇൻഡ്യൂസ്ഡ് EMF കിട്ടണമെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത് DC ആണ്. ആ DCക്ക് പകരം അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? AC കറൻറ്റ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ബൾബ് പ്രകാശിപ്പിക്കാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? നിർവചിക്കുക. വിച്ച് ഫിനോമിനൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഡിഫൈൻ. ഇവിടെ ഏത് പ്രതിഭാസമാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു. അതിൻ്റെ ആശയങ്ങൾ ഒന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഏതാണ്? നെയിം എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ട്രാൻസ്ഫോമർ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗിവൺ ബിലോ ഈസ് ദ ഫിഗർ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഏതു തരം ട്രാൻസ്ഫോമറാണ്? വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഷോൺ ഹിയർ? ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആയിരിക്കും? പ്രൈമറിയിൽ കമ്പിച്ചുരുളുടെ എണ്ണം വളരെ കൂടുതലാണ്, എന്നാൽ സെക്കൻഡറിയിൽ കമ്പിച്ചുരുളുടെ എണ്ണം വളരെ കുറവാണ്. പ്രൈമറിയിൽ ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ ടേൺസ് കുറവാണ്. അപ്പോൾ ഏത് ട്രാൻസ്ഫോമറാണ് നമ്മൾ പഠിച്ചത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നതാണ്. ഇനി നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡറിയിൽ കനം കൂടിയ കമ്പിച്ചുരുളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? വൈ തിക്ക് കോയിൽ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി ഓഫ് ദി ട്രാൻസ്ഫോമർ. ഇവിടെ എന്തുകൊണ്ടാണ് സെക്കൻഡറിയിൽ വണ്ണം കൂടിയ കമ്പി ഉപയോഗിച്ചിട്ടുള്ളത്? അവിടെ കറൻറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും സെക്കൻഡറിയിൽ. സെക്കൻഡറി കറൻറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഇവിടെ ഒരു ചിത്രം നോക്കൂ. ഈ ട്രാൻസ്ഫോമറിൻ്റെ VP, അതായത് പ്രൈമറി വോൾട്ടേജ് 20 V ആണ്. എന്നാൽ പ്രൈമറിയിലെ കമ്പിച്ചുരുൾ എണ്ണം, അതായത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി NP 100 ചുറ്റുകളാണ്. സെക്കൻഡറി കമ്പിച്ചുരുൾ എണ്ണം, അതായത് NS 200 ചുറ്റുകളാണ്. ഇവിടെ കാണേണ്ടത് സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്ര, അതായത് VS എത്ര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള ഇക്വേഷൻ VS/VP = NS/NP എന്നതാണ്. ഇതിൽ VS ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ VS = NS VP/NP. ഇനി ആ ഇക്വേഷനിൽ ഓരോന്നും ആഡ് ചെയ്താൽ നമുക്ക് VS = 200 × 20/100 എന്ന് ലഭിക്കും. അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ 200ഉം 100ഉം നമ്മൾ അതിലെ 0 കട്ട് ചെയ്താൽ നമുക്ക് 2 × 20 എന്ന് ലഭിച്ചു. അപ്പോൾ VS = 2 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 വോൾട്ട്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ഇവിടെ 40 വോൾട്ടാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ വോൾട്ടേജ്, അതായത് VP 10 വോൾട്ടാണ്. എന്നാൽ പ്രൈമറിയിലെ കറൻറ്റ് 2 ആംപിയറാണ്, 2 ആംപിയറാണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ്
100 വോൾട്ടാണ്, അതായത് 100 വോൾട്ടാണ്. ഇവിടെ കാണേണ്ടത് IS ആണ്, അതായത് സെക്കൻഡറിയിലെ കറൻ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്കറിയാം വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, അതായത് സൂത്രവാക്യമാണ് VP/IP = VS/IS. അതിൽ IS ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ IS = VP/IP/VS. ഇവിടെ VP 10, IP 2, VS 100. അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുക? 10 × 2 20 / 100. അതായത് IS = 20/100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2 ആംപിയർ എന്ന് ലഭിക്കും. അപ്പോൾ ഔട്ട്പുട്ടിലെ കറൻറ്റ് IS 0.2 ആംപിയർ എന്ന് ലഭിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങ് എണ്ണം ചുറ്റുകൾ സെക്കൻഡറിയിൽ ഉണ്ട് എങ്കിൽ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 2 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദി സെക്കൻഡറി ദെൻ. ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആയിരിക്കും? ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇവിടെ നോക്കൂ, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ 2 times കൂടുതലാണ് സെക്കൻഡറിയിൽ. അപ്പോൾ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ ഒരു താഴ്ന്ന വോൾട്ടേജിനെ ഉയർത്തുന്നു. അപ്പോൾ ഇത് ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൻ്റെ പ്രൈമറിയിൽ 50 വോൾട്ട് പ്രയോഗിച്ചാൽ സെക്കൻഡറിയിൽ ലഭ്യമാകുന്ന വോൾട്ടത എത്രയായിരിക്കും? ഇഫ് 50 വോൾട്ട് ഈസ് ഗിവൺ ടു ദി പ്രൈമറി, വാട്ട് വിൽ ബി ദി വോൾട്ടേജ് ഒബ്റ്റൈൻ ഇൻ ദി സെക്കൻഡറി? നമ്മൾ പഠിച്ചു പ്രൈമറിയേക്കാളും 2 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ 50 × 2, അപ്പോൾ 100 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയായിരിക്കും? 100 വോൾട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിലെ പ്രൈമറിയിൽ കറൻറ്റ് 4 ആംപിയർ ആണെങ്കിൽ സെക്കൻഡറി കറൻറ്റ് എത്രയായിരിക്കും? ഇഫ് ദ കറൻറ്റ് ഈസ് ഇൻ ഇറ്റ്സ് പ്രൈമറി കോയിൽ ഈസ് 4 ആംപിയർ, വാട്ട് വിൽ ബി ദി കറൻറ്റ് ഇൻ ദി സെക്കൻഡറി? സെക്കൻഡറിയിലെ കറൻറ്റ് കണ്ടെത്താനുള്ള സൂത്രവാക്യം അതുമായി ബന്ധപ്പെട്ടത് VP/IP = VS/IS ആണ്. അപ്പോൾ ഇവിടെ VP എന്ന് പറയുന്നത് 50 × IP 4 = VS 100. IS ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 50 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. അപ്പോൾ IS = 200/10. 200/10 അതായത് 200/100 എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അപ്പോൾ IS സെക്കൻഡറിയിലെ കറൻറ്റ് 2 ആംപിയർ എന്ന് ലഭിക്കും. ഈ പ്രോബ്ലം മനസ്സിലായല്ലോ? ഇവിടെ നോക്കൂ, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറ്റുന്ന ഉപകരണമാണ് ചിത്രത്തിൽ. The figure given below shows an instrument that changes sound energy into electrical energy. ചിത്രം നോക്കൂ. ചിത്രത്തിൽ A, B ഇവ തിരിച്ചറിയുക. നെയിം ദി പാർട്സ് A and B in the figure. നമുക്കറിയാം, നമ്മളിത് പഠിച്ചതാണ്. ഇത് മൈക്രോഫോണിൻ്റെ ഡയഗ്രമാണ്. ഇവിടെ A എന്താണ്? A ഡയഫ്രം, B വോയിസ് കോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഉപകരണത്തിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതെങ്ങനെ? ഇൻ സച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് എക്സ്പ്ലെയിൻ ഹൗ ദി സൗണ്ട് എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം, ശബ്ദം ഡയഫ്രത്തിൽ തട്ടും. അപ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന വോയിസ് കോയിൽ കമ്പനം ചെയ്യും. അപ്പോൾ ഫ്ലക്സ് വ്യതിയാനം സംഭവിക്കും. അപ്പോൾ അവിടെ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. വെൻ സൗണ്ട് സിഗ്നൽ ഫാൾ ഓൺ ദി ഡയഫ്രം ഇറ്റ് വൈബ്രേറ്റ്സ്. ദിസ് കോസസ് വോയിസ് കോയിൽ ടു വൈബ്രേറ്റ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി വോയിസ് കോയിൽ ചേഞ്ചസ് ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഈ ക്വസ്റ്റ്യൻ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ ഒരേ വണ്ണമുള്ള ചെമ്പ് കമ്പികൾ വ്യത്യസ്ത എണ്ണം ചുറ്റുകളാക്കി 4 സർക്യൂട്ടുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. സർക്യൂട്ടിലെ ബൾബുകളെല്ലാം ഒരേ പവറുള്ളതാണ്. ഈ സർക്യൂട്ടിലെ ബൾബുകളുടെ പവർ സെയിമാണ്. ചിത്രം വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സർക്യൂട്ടുകളിലെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ ഏത് സർക്യൂട്ടിലെ ബൾബായിരിക്കും പ്രകാശ തീവ്രത ഏറ്റവും കുറഞ്ഞ് പ്രകാശിക്കുക? ഉത്തരം സാധൂകരിക്കുക. സർക്യൂട്ട് 4 ആണ്.
നാലാമത്തെ സർക്യൂട്ടിലെ ബൾബാണ് ഏറ്റവും കുറഞ്ഞ് പ്രകാശിക്കുക. എന്താണ് കാരണം? അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ള AC സർക്യൂട്ടിൽ സെൽഫ് ഇൻഡക്ഷൻ്റെ നിരക്ക് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ വിപരീത EMF കൂടും. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കുറഞ്ഞ് പ്രകാശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എല്ലാ കമ്പിച്ചുരുളിലേക്കും ഒരേ വലിപ്പമുള്ള ഓരോ പച്ചിരുമ്പ് കോർ വെച്ചാൽ പ്രകാശത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നത് ഏത് സർക്യൂട്ടിലായിരിക്കും? എന്തുകൊണ്ട്? ഇവിടെ ഓരോ സർക്യൂട്ടിലേക്കും സോഫ്റ്റ് അയൺ കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ബൾബായിരിക്കും കൂടുതൽ മാറ്റം ഉണ്ടാവുക? സർക്യൂട്ട് 4. എന്താണ് കാരണം? പച്ചിരുമ്പ് കോർ കയറ്റി വെക്കുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ്റെ നിരക്ക് കൂടും. സോഫ്റ്റ് അയൺ കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പച്ചിരുമ്പ് കോറ് ഇറക്കി വെക്കുമ്പോൾ നാലാമത്തെ സർക്യൂട്ടിലുള്ള ബൾബ് വളരെ കുറഞ്ഞാണ് പ്രകാശിക്കുക. അപ്പോൾ ഇതുവരെ പരിചയപ്പെട്ട ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യണം, എങ്കിലേ നമ്മളെ റിസൾട്ട് മെച്ചപ്പെടുകയുള്ളൂ, നമ്മളെ പഠനം ഉയരുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷ കൊണ്ട് മറ്റൊരു ടോപ്പിക്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.